ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് സുസ്മിതയോട് പറയുക, ശാലിനി രോഹിത്തിനും ശ്യാമയ്ക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് തന്ത്രപൂർവ്വം ഒഴിവാക്കിയിട്ട് ഉപേന്ദ്രന് സൗകര്യം ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലേ ചിറ്റപ്പ, ആ ഉപേന്ദ്രൻ ഏർപ്പാടാക്കിയ ഡേവിഡ് മാർട്ടിനെ കൃത്യമായിട്ട് വന്ന് ഉണ്ടയങ്ങ് കൊള്ളിക്കണം. എന്നാലേ രോഹിത്തിൻ്റെ മരണം നടക്കൂ. ഈ വന്നവൻ അതിനുള്ള ഗഡ്സൊക്കെ ഉണ്ടോ? അല്ലെങ്കിലേ ചിറ്റപ്പ, ഈ വന്നവനെ മുൻനിർത്തി നമ്മൾ കളിക്കണം. കുറ്റം അവൻ്റെ തലയിൽ ചാർത്തിയിട്ട് അവനെ അകത്താക്കുകയും ചെയ്യണം. എൻ്റെ കൊച്ചെ, നീ പറയുന്ന സംഗതിയെ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ തകർത്ത സംഗതിയാണെങ്കിലും ഇപ്പം നമുക്കിത് പ്രായോഗികമാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ശ്രീരഞ്ജിനി IPSൻ്റെ കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ട് നടക്കുന്നതേ ഉപേന്ദ്രനെയോ അവൻ്റെ വാടക ഗുണ്ടകളെ ഒന്നുമല്ല, ഈ ചന്ദ്രബോസിനെ മാത്രമാണ്. എന്നെ ഒതുക്കി നിർത്തി സർവീസിൽ നിന്നും എന്നെ കളയാനുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകളും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ, തൽക്കാലം മാറി നിന്ന് ആട്ടം കാണാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഡേവിഡ് മാർട്ടിൻ അവൻ കളിക്കട്ടെ, അവൻ്റെ മുന്നിൽ നിന്ന് ഉപേന്ദ്രനും കളിക്കട്ടെ. നമുക്കങ്ങോട്ട് മാറി നിന്ന് അവർക്ക് എന്താണോ വേണ്ടത് ആ സഹായം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാം. നിനക്കൊരു കഥയറിയാവോ? ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിച്ച ഒരു കള്ളക്കുറുക്കൻ്റെ കഥ. തൽക്കാലം നമുക്കിപ്പോൾ ആ റോള് മാത്രം ചെയ്താൽ മതി. ആര് വീണാലും ചരിഞ്ഞാലും നമുക്ക് ചോര മതി. ജയശ്രീയാണെ വീട്ടുമുറ്റത്തുള്ള ചെടിയൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കമലൻ അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. കയ്യിൽ ചൂലും ചട്ടിയൊക്കെ ഉണ്ട്. അത് കണ്ടോണ്ട് ജയശ്രീ വന്ന് ചോദിക്കുക, ആഹാ, ബ്രോക്കർ ചേട്ടനായിരുന്നോ? ചൂലൊക്കെ ഉണ്ടല്ലോ, അടിച്ചു വാരാൻ വന്നതായിരിക്കും. എന്നാലേ ഞാൻ മുറിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുക. കമലൻ ദേഷ്യം വന്നിട്ട് പറയാം, അടിച്ചു വാരാൻ വന്നെന്നോ? എന്നെക്കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെക്കാൻ വന്നതാ. അതിനെന്തിനാ ബ്രോക്കർ ചേട്ടാ ഇത്ര ചൂടാകുന്നത്? ബ്രോക്കർ ചേട്ടനോ? വേണ്ടേ, എനിക്കൊരു പേരുണ്ട്, കമലൻ. മര്യാദയ്ക്ക് എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ കമലൻ ഓട്ടോയിൽ കൊണ്ടുവന്ന പായും ചട്ടിയും കലയൊക്കെ പെറുക്കി ഇറക്കുന്നുണ്ട്. അത് കണ്ടോണ്ട് ജയശ്രീ ചോദിക്കുന്നത്, കമലു, ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ടായേ, ഈ സഹായിച്ച് തീരുന്നിടം വരെ തന്നെ ഞാൻ സഹായിക്കണ്ടായോ? അപ്പോഴങ്ങോട്ട് ശാലിനിയും വിഷ്ണു കൂടെ കാറിൽ വരുന്നുണ്ട്. കമലിനെയും ജയശ്രീയും കണ്ടിട്ട് വിഷ്ണുവും ശാലിനി ഒരർത്ഥം വെച്ചൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നത്, എന്താടാ ഈ കൊച്ചിൻ്റെ മുഖം വീർത്തിരിക്കുന്നത്? വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കു കൂടിയോ? അയ്യോ ഒന്നും പറയണ്ട എൻ്റെ ആശാനെ, നമ്മൾ വന്ന് പെട്ടുപോയില്ലേ? ജയശ്രീ പറയും, അയ്യോ അതൊന്നും അല്ല വിഷ്ണുവേട്ടാ, ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഞാനും കൂടെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചതിന് ഈ കമലു അങ്ങ് വല്ലാതെ ചൂടാവുക. എന്തോ പറഞ്ഞേ? കമലു? അയ്യോ എൻ്റെ ശാലിനി ചേച്ചി, ഞാൻ ബ്രോക്കർ ചേട്ടാന്നാണ് വിളിച്ചത്. അപ്പോൾ പറഞ്ഞ് എന്നെ അങ്ങനെ വിളിക്കരുത്, എൻ്റെ പേര് കമലൻ എന്നാണ്. ഈ വന്ന കാലത്ത് അങ്ങനെയൊക്കെ ഒരു പേര് ആർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കമലു എന്ന് വിളിച്ചത്. ശാലിനി പറയുക, എന്തായാലും ജയശ്രീ സഹായിക്കാനായിട്ട് വന്നതല്ലേ, ഇനി അതുകൊണ്ട് ജയശ്രീയെ നിരാശപ്പെടുത്തി വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ജയശ്രീയും കൂടെ ഞങ്ങളോടൊപ്പം കൂടിക്കോ. വിഷ്ണുവേട്ടാ എന്തു പറയുന്നു? ഒരു കള്ളനോട്ടവും കള്ളച്ചിരിയോടാണ് അവർ രണ്ടുപേരും പറയുന്നത്. എന്തായാലും ശാലിനി, ഇത് നമുക്ക് അകത്തുകൊണ്ട് വെക്കണമല്ലോ. അപ്പോൾ പിന്നെ ജയശ്രീ നമ്മളോടൊപ്പം കൂടിക്കോട്ടെ. അപ്പോൾ പിന്നെ ജയശ്രീ നമ്മളെ സഹായിച്ചു എന്നുമായി, നമുക്കൊരു സഹായവുമായി. അങ്ങനെ ജയശ്രീ അവരെ സഹായിക്കാൻ വരുമ്പം കമലം വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാശാനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കത്തില്ലേ? എന്നാൽ നീ ആ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് പോയി വെക്കടാ, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കോ? എന്താടാ ഇപ്പം പറ്റുന്നില്ലേ നിനക്ക്? അയ്യോ ആശാനെ, അതെൻ്റെ തോളിനൊരു ചെറിയ ഏനക്കേട്. വിഷ്ണു കമലിനെ കളിയാക്കുക. എടാ, നിൻ്റെ തോളനിലൊന്നും അല്ല പ്രശ്നം, ഇതൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും കേട്ടോടാ. അങ്ങനെ കമലനും വിഷ്ണുവും കൂടെ സാധനങ്ങൾ ഓരോന്നായിട്ട് ആ റൂമിനകത്ത് കൊണ്ട് പെറുക്കി വെക്കുവാണ്. എന്തായാലും പാത്രങ്ങളും ഫ്രിഡ്ജും ഒക്കെ നേരത്തെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചത് വളരെ നന്നായി എന്ന് ജയശ്രീ പറയുമ്പോൾ ശാലിനി പറയുക, ഒരു വീട് മാറുക എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ ജയശ്രീ. കമലൻ അങ്ങനെ ഗ്യാസും ഒക്കെ കണക്ട് ചെയ്തിട്ട് പറയുന്നത്, ദാണ്ട അടുപ്പ് റെഡി, ഇനി എന്തെങ്കിലുമൊക്കെ സാധനം അങ്ങോട്ട് വെച്ച് ഉണ്ടാക്കി തിന്നാൽ മാത്രം മതി. ജയശ്രീയെ നോക്കിക്കൊണ്ട് കമലൻ പറയുന്നു, ഈ ഓണം കയറാ മൂലയിൽ മനുഷ്യന് ഉപകരിക്കുന്ന സാധനങ്ങൾ മേടിക്കുന്ന ഏതെങ്കിലും കടകൾ ഉണ്ടാവുമോ എന്തോ. അത് കേട്ടിട്ട് ജയശ്രീ ശാലിനിയോട് പറയുന്നു, ചേച്ചി ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് ജയശ്രീ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ പോക്ക് കേട്ടിട്ട് നമ്മൾ പറഞ്ഞതൊന്നും അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു ആശാനെ. പോന്നെങ്കിൽ അങ്ങ് പോട്ടെ, കുറേ നേരം കൊണ്ട് കാണും അവിടെ ഒരു ജാട. കാണാൻ കൊള്ളാവുന്ന വല്ലതുമായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇത് വെറും ചുമ്മാ അല്ലേ ആശാനെ? അത് കേട്ടിട്ട് നമ്മുടെ വിഷ്ണു പറയാം, ഡാ ഞങ്ങളെ അങ്ങ് വല്ലാണ്ട് പൊട്ടന്മാരാക്കല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ടാടാ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അല്ലേ ശാലിനി,
അതേ വിഷ്ണുവേട്ടാ, എനിക്ക് ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. എടാ കമലു, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആടാ പ്രണയിച്ചത്. ജയശ്രീ നല്ല കുട്ടിയാ, നീയായിട്ട് അവിടെ ഭാവി കളയാതിരുന്നാൽ മതി. അയ്യേ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളീ പറയുന്നത്. ആശാനെന്താണ്ട് ചുമ്മാ അതൊന്നും ഇങ്ങനെ എന്നോട് പറയല്ലേ, കഷ്ടമുണ്ട് കേട്ടോ. ഏട്ടത്തിയമ്മേ, നിങ്ങൾ രണ്ടുപേരും എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അവൻ്റെ ഒരു നാണം കണ്ടില്ലേ ശാലിനി? ഡാഡാ മതി, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റയിടി വെച്ച് തരും. ജയശ്രീ അപ്പോൾ ഒരു കവർ പാലും എടുത്തുകൊണ്ട് വരിക. ഞാൻ പാലെടുക്കാൻ പോയതാ, ഭാഗ്യത്തിന് ഒരു കവർ പാലുണ്ടായിരുന്നു. ഇപ്പോഴിത് എന്തിനാ ജയശ്രീ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ജയശ്രീ പറയാം, അല്ല പാല് കാച്ചണ്ടായോ? പിന്നെ പാലൊക്കെ കാച്ചിട്ട് വേണ്ടേ താമസം തുടങ്ങാനാ? ശാലിനി ചിരിച്ചുകൊണ്ട് പറയാം, എൻ്റെ കൊച്ചെ ഇപ്പം സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചെന്നേ ഉള്ളു, പാല് കാച്ചലൊന്നും ആയിട്ടില്ല. അതിനി വേറെ ചില ആൾക്കാരൊക്കെ ഇവിടെ വരണം. അവർ വന്നിവിടെ ആ ചടങ്ങൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഈ പാല് കൊണ്ടുപോയി ചായ ഇട്ടുകൊണ്ട് വരാം, ഇത് കുടിച്ചിട്ടേ നിങ്ങളെല്ലാവരും പോകാവുള്ളൂ എന്നും പറഞ്ഞ് ജയശ്രീ ചായ ഇടാൻ പോവുകയാണ്. അപ്പോഴാ സമയത്ത് കമലിനൊരു ഫോൺ വരുന്നുണ്ട്. കമലൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അയ്യോ എപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് കമലൻ. അയ്യോ ആശാനെ, നമ്മുടെ സുബേർക്ക മരിച്ചെന്ന്. അത് കേട്ട് വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ സുബേർക്ക മരിച്ചെന്നോ? നമ്മളെ രണ്ടുപേരെയും വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറയുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ സുബേർക്ക എന്നും പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുവാണ്. വാടാ നീ വന്നേടാ എന്നും പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും കമലിനോട് എളുപ്പം അവിടെ നിന്ന് പോകുവാണ്. ശാരദാമ്മയുടെ വീട്ടിൽ ഗോപാലൻ ചേട്ടനുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ശാരദാമ്മ എന്തൊക്കെയോ പാചകം ചെയ്തുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ, യാതൊരു ബന്ധവും സ്വന്തവും നോക്കാതെ ഇറങ്ങി അങ്ങ് പോവും. 3 പെൺകുട്ടികളും വളർന്ന് വലുതായി എങ്ങനെയാണോ അവരൊക്കെ 3 സ്ഥലങ്ങളിൽ എത്തപ്പെട്ടെന്ന് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് തുഴഞ്ഞു വരുന്ന ഒരു വഞ്ചിയിൽ ഇടയ്ക്ക് കയറുന്ന ഒരു യാത്രക്കാരൻ. അതിനപ്പുറം ഒരു സഹായം ചെയ്തിട്ടുമില്ല, ഞാനൊട്ട് പ്രതീക്ഷിച്ചിട്ടുമില്ല. പഴയതുപോലെയാണോ ഇപ്പോൾ? പ്രായമായില്ലേ? ഇനിയെങ്കിലും വീടും വീട്ടുകാരോടൊപ്പം ചേർന്ന് അടങ്ങി ഒതുങ്ങി അങ്ങ് ജീവിച്ചാലെന്താ? ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങൾ മുഴുക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ നടപ്പെന്നും കൂടെ ഓർക്കണം. തീ തിന്നാൻ ഞാനുണ്ടല്ലോ, വരിക പോവുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക, അതിനപ്പുറത്തേക്കൊരു ചിന്ത അന്നേരവും ഇല്ല ഇപ്പോഴും ഇല്ല എന്നും പറഞ്ഞ് ശാരദമ്മ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഗോപാലൻ ചേട്ടൻ ഓരോന്ന് വിളമ്പുവാണ്. ഗോപാലൻ ചേട്ടൻ ചോദിക്കുന്നു, തീർന്നോ നിൻ്റെ പ്രസംഗമൊക്കെ? ഓ പിന്നെ ഇതൊക്കെ പിന്നെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? വെറുതെ ഞാനിട്ട് വായിട്ടലച്ച് എൻ്റെ വായിലെ വെള്ളം വറ്റിക്കാമെന്നല്ലാതെ ഒരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശാരദാമ്മയുടെ ഈ പൊലമ്പലതും ഗോപാലേട്ടൻ അത്ര കാര്യമാക്കുന്നില്ല. ഗോപാലേട്ടൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ശാരദയെ കുറച്ച് ചോറുകൂടി ഇങ്ങോട്ട് വിളമ്പ്. ശാരദാമ്മയ്ക്ക് ദേഷ്യം വരും. പോയ സ്ഥലത്തൊന്നും ഇതൊന്നും കിട്ടിയില്ലായിരുന്നോ? ഇത്രയും ദിവസം പട്ടിണി കിടക്കുമായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ശാരദയെ, എവിടൊക്കെ പോയാലും നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ രുചി എങ്ങും കിട്ടത്തില്ല. നീ ആ പുളിശ്ശേരി കുറച്ചിങ്ങോട്ട് ഒഴിച്ച്. എന്നിട്ട് ശാരദാമ്മ ചോദിക്കുന്നത്, ഇത്രയും ദിവസം എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു? എൻ്റെ ശാരദയെ, നിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ നീ അറിയാതെ എനിക്ക് വേറെ ഏതോ ഭാര്യയും കുട്ടിയുണ്ടെന്ന്. ശാരദാമ്മ പറയുമോ, ഞാനങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വന്ന വഴികളിലെ എല്ലാം കല്ലും മുള്ളും തിരയാൻ പിന്നെയും പോകാതിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അല്ല ശാരദേ, ഞാനിപ്പോൾ കയറി വന്നത് കുറ്റമായി? ഏയ്, ഒരു കുറ്റവും ഇല്ല. നാട് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് കുഴയുമ്പോൾ കയറി വരുന്നൊരു സത്രമായിട്ട് ഈ വീട് മാറ്റരുത്. ഇത്രയൊക്കെ പ്രായമായില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ഈ സഞ്ചാര പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഈ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാലെന്താ? ഏത് രീതിയിലുള്ള ഓട്ടത്തിനായാലും ഒരു വിശ്രമമൊക്കെ വേണ്ടേ? അങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചിട്ട് എന്താ ശാരദേ കാര്യം? ഞാൻ നടന്ന വഴികളൊക്കെ ശുദ്ധമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോൾ പോയത് ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്. അതിനു വേണ്ടിയുള്ള യാത്രയിലായിരുന്നെന്ന് മാത്രം കരുതിയാൽ മതി. അത് കേട്ടോണ്ട് ശാരദാമ്മ പറയുക, അപ്പോഴറിഞ്ഞുകൊണ്ട് പാവനാശിനിയിൽ മുങ്ങിക്കുളിക്കാൻ പോയതാ അല്ലേ? ആ പയ്യനെ കൊന്നതിൻ്റെ പാവക്കറ കളയാൻ. അത് കേട്ടിട്ട് പെട്ടെന്ന് ഗോപാലൻ നായർ പറയുക, അതിന് അവനെ കൊന്നത് ഞാനല്ലല്ലോ, നീയല്ലേ? അത് കേട്ട് ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോയി. ഇയാൾ ഇത്രയും നാൾ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പം മാറ്റി പറയുന്നത്. പെട്ടെന്ന് വീണ്ടും ഗോപാലൻ നായർ പറയുന്നുണ്ട്, നിൻ്റെ തള്ളലിലല്ലേ അവൻ പോയി തലയടിച്ച് പൊട്ടിച്ചത്തത്. അതൊക്കെ എന്താ ശാരദേ, നീ ഇത്ര വേഗം അങ്ങ് മറന്നുപോയോ? ഗോപാലൻ നായർ എന്തോ ട്രിക്സ് വെച്ച് കളിക്കുവാണല്ലോ. ഇത്രയും നാളത്തെ സംസാരം പോലല്ല ഗോപാലൻ നായരുടെ സംസാരവും പെരുമാറ്റവും. ശാരദാമ്മയാകെ ഭയന്ന് വിറച്ച് വല്ലാതെ ബുദ്ധിമുട്ടിങ്ങനെ നിൽക്കുവാണ്. ശാരദാമ്മ ഓർത്തു നോക്കുവാണ്. ശാരദാമ്മയ്ക്ക് നല്ലതുപോലെ ഓർമ്മ വരുന്നുണ്ട്. ഗോപാലൻ നായരായിരുന്നു നസീറിൻ്റെ കഴുത്തെ പിടിച്ച് തല്ലി താഴോട്ട് എറിഞ്ഞു കൊന്നത്. ശാരദാമ്മ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഗോപാലൻ നായർ അപ്പോഴത്തേക്ക് ചോറിൻ്റെ കൈ കഴുകിയിട്ട് വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുന്നു, അല്ല ഇതെന്തൊരു നിൽപ്പാ, അങ്ങ് പേടിച്ചു പോയോ?
നിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള തിളയ്ക്കൽ കണ്ടപ്പോൾ ഒരല്പം കനല് കോരിയിട്ട് ഞാനൊന്ന് നോക്കിയതാ. കൂടുതൽ എരിഞ്ഞ് കത്തുമോ എന്നൊരു പരീക്ഷണം. ശാരദാമ്മ ചോദിക്കുന്നു, അപ്പോഴൊരവസരം വന്നാൽ നിങ്ങൾ അതിന് മടിക്കില്ലെന്നർത്ഥം. ചുമ്മാതൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാ ശാരദേ. നിനക്ക് മനക്കട്ടി എത്രമാത്രം ഉണ്ടെന്നറിയണമല്ലോ. നീ ഇങ്ങോട്ട് നോക്ക് ശാരദേ, നീയല്ല കൊന്നത്, ഞാൻ തന്നെ. മുകളിൽ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, എല്ലാ പാപഭാരവും ചുമക്കുന്ന ഒരാൾ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ പാപഭാരങ്ങളും ചുമക്കുന്ന ഒരാൾ. അങ്ങേരോട് പോയി നന്ദി പറയാൻ പോയതാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. അങ്ങനെ അങ്ങേരുടെ ഒരു സംരക്ഷണം ഉള്ളപ്പോൾ ഈ കേസ് പുറം ലോകം അറിയാൻ പോകുന്നില്ല. നമ്മളായിട്ട് അറിയിക്കാതിരുന്നാൽ മാത്രം മതി. ശാരദാമ്മയ്ക്ക് എത്ര ആലോചിച്ചിട്ട് ഒന്നും പിടികിട്ടുന്നില്ല. എന്തോ ഒരപായം പതുങ്ങിയിരിക്കുന്ന പോലെ ശാരദാമ്മയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. നമ്മുടെ നൂർജഹാൻ സുബൈദയുടെ അടുത്ത് നല്ല ശബ്ദത്തിൽ തന്നെ സംസാരിക്കുവാണ്. എൻ്റെ ഫോൺ എവിടെ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് വിളിച്ച് പറയണ്ടേ? സുബൈദ സങ്കടത്തോടെ തന്നെ പറയുവാണ്, എൻ്റെ മോളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മോളെന്ന് ശബ്ദം താഴ്ത്തി പറ. ഇതൊരു മരണം നടന്ന വീടാ, പുറത്ത് ആളുകളും ഉണ്ട്. കരഞ്ഞോണ്ട് നൂർജഹാൻ പറയുക, ബാപ്പിച്ചിയുടെ പല സുഹൃത്തുക്കളും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പല നമ്പരും എൻ്റെ ഫോണിലാണ് കിടക്കുന്നത്. നൂർജഹാൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്തോ അബൂബക്കർ അവിടെ നിന്നുകൊണ്ട് സുബൈദ കുറച്ച് വെള്ളം കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട്. മോളെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കുക, ഫോണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് സുബൈദ പറയുന്നുണ്ട്. അങ്ങനെ വാതിക്കലിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ് അബൂബക്കർ. അപ്പം തന്നെ ഓട്ടോറിക്ഷയിൽ നമ്മുടെ വിഷ്ണുവും കമലനും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും അബൂബക്കറിന് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ പണി കൊടുക്കാനുള്ള ഭാവത്തിൽ തന്നെയാണ് അവൻ്റെ നോട്ടം. വിഷ്ണു കമലിനോട് പറയുന്നു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഒന്നും മിണ്ടാൻ പോവണ്ട. സുബൈദ വിഷ്ണുവിനെ കണ്ടിട്ട് ഓടി വന്ന് നൂർജഹാനോട് പറയുന്നു, വിഷ്ണു ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട് മോളെ. നൂർജഹാൻ വിഷ്ണുവിൻ്റെ അടുത്തിട്ട് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് സുബൈദ കൈക്ക് പിടിച്ചിട്ട്, അയ്യോ പൊന്നുമോളെ പോകല്ലേ, രാവിലത്തെ സംഭവങ്ങളെല്ലാം മോക്ക് അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞ് വീട്ടിൽ വരുന്നവരെ കാണണ്ടെന്നാണോ പറയുന്നത്? സുബൈദയുടെ കൈ പിടിച്ച് തള്ളിയിട്ട് നൂർജഹാൻ പുറത്തോട്ട് വരുവാണ്. വിഷ്ണു അബൂബക്കറിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. അപ്പോഴേക്കും നൂർജഹാൻ ഓടി വന്ന് വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നു. വിഷ്ണുവിനെ നോക്കി പൊട്ടിക്കരയുന്ന നൂർജഹാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആകാതെ വിഷ്ണു ഇങ്ങനെ തേങ്ങിക്കരയുവാണ്. അപ്പോഴത്തേക്കും സുബൈദ ഓടി വന്ന്, മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞ് നൂർജഹാനെ കൂട്ടിക്കൊണ്ട് പോവാണ്. കാരണം അബൂബക്കർ അവിടെ വലിയ വഴക്കുണ്ടാക്കുമെന്ന് സുബൈദയ്ക്ക് അറിയാം. അബൂബക്കർ വലിയ ഗൗരവത്തിൽ പറയുക, പ്രധാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഇനി എന്നാന്നോ എങ്ങനെയാണെന്നൊക്കെ അറിയിക്കും. അത് നാട്ടുനടപ്പാണല്ലോ, അപ്പോൾ വന്ന് നിങ്ങൾക്ക് പങ്കുകൊള്ളാം. അബൂബക്കർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വിഷ്ണുവും കമലിനും പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അബൂബക്കർ പിന്നെയും പറയുക, പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുണ്ടല്ലോ, അത് ഞങ്ങളിനി വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ എവിടോട്ടെങ്കിലും മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അബൂബക്കർ പറയുന്നു, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് വരും. അവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കണമെങ്കിലും താമസിക്കണമെങ്കിലും വേറെ വീടൊന്നും തിരക്കി പോകാൻ പറ്റില്ലല്ലോ. വീടിങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തരാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നോക്കട്ടെ എന്ന് വിഷ്ണു പറയുമ്പോൾ അബൂബക്കർ ശാസനയുടെ ഭാവത്തിൽ പറയുന്നു, നോക്കിയാൽ പോരാ, എനിക്ക് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അത് കേട്ടിട്ട് വിഷ്ണുവും കമലിനും ഒന്നും മിണ്ടാതെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. നൂർജഹാനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സുബൈദ പറയുന്നു, ഈ മാമിയും കൂടെ മോള് കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ. അബൂബക്കർ അങ്ങോട്ട് വന്നിട്ട് നൂർജഹാനോട് പറയുക, ബാപ്പ മരണപ്പെട്ട് മണ്ണായിട്ടില്ല, അപ്പോഴേക്കും നിനക്ക് വെളിയിലിറങ്ങി അഴിഞ്ഞാടണം അല്ലേ? വീട്ടിൽ നിന്ന് എല്ലാത്തിനോടും ഇറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടനെ വീട് കൊടുത്തത് എൻ്റെ ബാപ്പിച്ച്. ഏത് വിഷ്ണുവേട്ടനടിയവൻ? വിഷ്ണുവേട്ടൻ എൻ്റെ ബാപ്പിച്ചിയുടെ ലോറി ഡ്രൈവറാ. അതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തത്. അതിന് ഇപ്പോഴവൻ അവിടുത്തെ ഡ്രൈവറൊന്നും അല്ലല്ലോ. ഇനി എന്തായാലും നിൻ്റെ ബാപ്പിച്ചിക്ക് വന്നാൽ വീട് ഒഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. നൂർജഹാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, അതെന്തായാലും എൻ്റെ ബാപ്പിച്ചിക്ക് സങ്കടമാകും. ആദ്യം ജീവിച്ചിരിക്കുന്നവരുടെ സങ്കടം മാർട്ടടി, അതിനുശേഷം മതി മരിച്ച് മണ്ണിനടി പോയവരുടെ സങ്കടം. എൻ്റെ ഫോൺ നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി. എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റുവാണ്. എന്നെ എന്താ നിങ്ങൾ വീട്ടുതടങ്കലിലാക്കാൻ പോവുകയാണ്. ഇടി ശബ്ദം പുറത്ത് കേട്ടു പോകരുത്. പുറത്ത് സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും ഒക്കെ ഉള്ളതാ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. എൻ്റെ ബാപ്പിച്ചി നിങ്ങളെന്നെ സങ്കടപ്പെടുത്തുന്ന കണ്ടിട്ടാണ് മരിച്ചത്. സങ്കടം സഹിക്കാൻ പറ്റാതെ ഹൃദയം പൊട്ടിയാണ് എൻ്റെ ബാപ്പിച്ചി മരിച്ചത്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയമാണ് നിങ്ങളെനിക്ക് ഇല്ലാതാക്കിയത്. ഇനി എനിക്ക് എന്ത് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. വേണ്ടി വന്നാൽ ഈ വീട്ടിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. കരഞ്ഞുകൊണ്ട് സുബൈദ ചോദിക്കുന്നു, പൊന്നുമോളെ നിനക്ക് എന്താ പറ്റിയത്? വയ്യ മാമി, എനിക്കിങ്ങനെ സങ്കടം പിടിച്ചടക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. എൻ്റെ ബാപ്പിച്ച് രക്ഷപ്പെട്ടതാ, ഈ ദുനിയായിൽ നിന്ന് തന്നെ അങ്ങ് രക്ഷപ്പെട്ടതാ.
എന്നും പറഞ്ഞ് നൂർജഹാൻ സുബൈദയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ സമയത്ത് സത്യാമ്മ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. അലമാര തുറന്നൊരു പേഴ്സ് എടുത്ത് എന്തോ നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസയോ പേപ്പറോ ഒക്കെ താഴെ വീഴുന്നുണ്ട്. നേരത്തെ തന്നെ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നെഴുതിയ ആ പേപ്പർ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തോട്ടാണ് ഈ സത്യാമ്മയുടെ ഈ പേപ്പറെല്ലാം വീണത്. സത്യാമ്മ അതെല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ ആ പേപ്പറും കൈ കിട്ടി. സത്യാമ്മ അതെടുത്ത് വായിക്കുവാണ്. വിഷ്ണുവിൻ്റെ മകളാണ് സത്യ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മ അത് വായിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ സത്യം അറിയാനായിട്ട് ആ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതിൻ്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പുറപ്പാടാണ്. ഇനി അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ.